ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ആസിഫ് അലി, അനശ്വര രാജൻ തുടങ്ങിയവർ അഭിനയിച്ച രേഖാചിത്രം. ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഡ്രാമ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ആദ്യ ഷോയ്ക്ക് ശേഷം എങ്ങും പോസിറ്റീവ് അഭിപ്രായങ്ങളാണല്ലോ ലഭ്യമായത്. ആസിഫിന്റെ അടുത്ത വിജയ സിനിമയായിട്ട് ചിത്രം മാറുമെന്നതിന്റെ എല്ലാവിധ സൂചനകളുമാണ് സിനിമയുടെ അഭിപ്രായങ്ങൾ നൽകുന്നത്. നേരത്തെ മങ്ങിയ സിനിമയുടെ പ്രീസെൽ കളക്ഷനും പ്രീ റിലീസ് ബുക്കിംഗ് എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ മികച്ചൊരു ബുക്കിംഗ് സിനിമ നേരിടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായതോടെ മണിക്കൂറിൽ 5000-ന് മുകളിലാണ് സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം നടക്കുന്നത്. സിനിമയ്ക്ക് ഇന്നത്തെ ആദ്യ ദിവസത്തെ കേരള ഫൈനൽ പ്രീ സെയിലായിട്ട് ഇന്നലെ അർദ്ധരാത്രിയോടെ വന്ന കണക്കുകൾ പ്രകാരം 40 ലക്ഷം രൂപ മാത്രമേ നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ. നിലവിലെ ബുക്കിംഗ് കാണുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ കിഷ്കിന്ധ കാണ്ഡം എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം പോലും നേടിയെടുക്കാൻ ആവാതെ പോയ ആ 1 കോടി കളക്ഷനിലേക്ക് ഇന്ന് മാത്രം സിനിമയ്ക്ക് കേരളത്തിൽ എത്തപ്പെടാൻ കഴിയുമെന്നാണ്. എന്തായാലും കാത്തിരിക്കൂ, രാത്രിയോടെ വരാനിരിക്കുന്ന സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷനും എസ്റ്റിമേറ്റ് കളക്ഷൻ എല്ലാം തന്നെ അറിയാനായിട്ട്. പൊങ്കൽ സംക്രാന്തി റിലീസുകളായിട്ട് നാളെ വമ്പൻ സിനിമകളാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലെ തന്നെ ഈ വർഷത്തിലെ ആദ്യത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഗെയിം ചേഞ്ചർ. രാം ചരനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത സിനിമ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ പാക്ഡ് എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. രാം ചരൺ വ്യത്യസ്ത ലുക്കുകളിൽ എത്തുന്ന സിനിമ കൂടിയായ ചിത്രം. ട്രിപ്പിൾ ആറിന് ശേഷമുള്ള രാം ചരൺ അഭിനയിക്കുന്ന മുഴുനീള വേഷത്തിലെത്തുന്ന സിനിമ കൂടിയാണ്. ഇന്ത്യൻ ടൂവിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ശങ്കർ സിനിമ എന്ന നിലയിൽ വലിയ പ്രതീക്ഷകളൊന്നും തന്നെ കൂടുതൽ പ്രേക്ഷകരിലില്ല. കേരളത്തിൽ ഉൾപ്പെടെ സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. പാൻ ഇന്ത്യൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ബഡ്ജറ്റ് ബ്രേക്ക് ഇവനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ വമ്പൻ ബഡ്ജറ്റ് ഈ സിനിമയ്ക്കുമുണ്ട് എന്ന് തന്നെയാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. 400 കോടിയിലേറെ ബഡ്ജറ്റുള്ള സിനിമ 450 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുക്കണം. ഗ്ലോബൽ ബോക്സ് ഓഫീസിലെ തിയേറ്ററുകളിലെ വിജയിക്കാനായിട്ട് സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സ് ഏകദേശം 223 കോടിയോളം രൂപയ്ക്കാണ് വിറ്റഴിക്കപ്പെട്ടത് എന്നാണ് ഇന്ന് വന്നിരിക്കുന്ന വിവരം. അപ്പോൾ ഗെയിം ചേഞ്ചർ എന്ന സിനിമ ഈ പറഞ്ഞ കളക്ഷനിലേക്ക് എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ, സിനിമയുടെ ആദ്യത്തെ പ്രതികരണങ്ങൾ നാളെ 10-ാം തീയതി അറിയാനായിട്ട്. ഒപ്പം തന്നെ സിനിമയുടെ തുടർന്നുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.